വെനിസ്വലൻ പ്രസിഡന്റിനെ ജീവനോടെ പിടികൂടുകയും ഇറാന്റെ പരമോന്നത നേതാവിനെ വകവരുത്തുകയും ചെയ്തതോടെ ലോകത്തെ എണ്ണ വിപണിയെ പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിനാക്കാനുള്ള അമേരിക്കയുടെ നീക്കങ്ങൾ നിർണായക ഘട്ടത്തിലേക്ക് പോവുകയാണ്. വെനിസ്വേലയിലെയും ഇറാനിലെയും എണ്ണ സമ്പത്തിന്മേൽ ആധിപത്യം ഉറപ്പിക്കുന്നതോടെ ആഗോള ഊർജ വിതരണത്തിന്റെ ചാലക ശക്തിയായി വാഷിംഗ്ടൺ മാറുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത ഏക എണ്ണ സ്രോതസ്സായിട്ട് റഷ്യൻ എണ്ണ മാത്രം അവശേഷിക്കുമ്പോൾ ലോകം മറ്റൊരു വലിയ സാമ്പത്തിക യുദ്ധത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ തകർക്കുന്നതിലൂടെ ചൈനയുടെ ഊർജ്ജ സുരക്ഷയെ തകർക്കുക എന്ന തന്ത്രപരമായിട്ടുള്ള ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ലോക എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചതാണ് വിപണി ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ ആശങ്ക. വെറും 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഒരു ജലപാതയിലൂടെയാണ് ലോകത്തെ മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 20% കടന്നുപോകുന്നത്. ഈ വഴി അടയ്ക്കപ്പെട്ടാൽ സൗദി അറേബ്യ, കുവൈത്ത്, UAE തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ വിതരണം പൂർണ്ണമായും നിലയ്ക്കും. ഇത് വിപണിയിൽ എണ്ണക്ഷാമം സൃഷ്ടിക്കുകയും വില ബാരലിന് $150 മുകളിലേക്ക് കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്യും. ചൈനയെ തളയ്ക്കാനുള്ള അമേരിക്കയുടെ ഈ ഒരു എണ്ണക്കളി എണ്ണ ഇറക്കുമതിയായി പശ്ചിമേഷ്യയെ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയും സാരമായി ബാധിക്കും. വിതരണ ശൃംഖല തടസ്സപ്പെടുന്നത് ഇന്ത്യയിൽ ഇന്ധനവില വർധനവിനും കടുത്ത പണപ്പെരുപ്പിനും വഴിമാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും കുറഞ്ഞ ചിലവിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഇറാന്റെ കരുത്ത് ചോർന്നതോടെ വിപണിയിൽ തങ്ങളുടെ ഷെയിൽ ഓയിലിന് കൂടുതൽ വിലയും സ്വീകാര്യതയും ഉറപ്പാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഹോർമസ് കടലിടുക്കിലെ അനിശ്ചിതത്വം നീണ്ടു നിന്നാൽ അതൊരു പക്ഷേ ലോകമെമ്പാടും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമായേക്കാം. റഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണത്തിന്മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ വരും മാസങ്ങളിൽ ലോകം കടുത്ത ഊർജ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനാണ് സാധ്യത ഏറെയുള്ളത്. പശ്ചിമേഷ്യയിലെ യുദ്ധവും ഹോർമസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്. ഇതാരും മനസ്സിലാക്കാതെ പോകരുത്. ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് കുത്തനെ ഉയരാനും സാധ്യതയുണ്ട്. എണ്ണ വാങ്ങാനായി കൂടുതൽ ഡോളർ ചെലവാക്കേണ്ടി വരുന്നത് രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ചയിലേക്ക് എത്തിക്കും. ഇത് പ്രവാസികൾക്ക് ഗുണപരമാകുമെങ്കിലും രാജ്യം മൊത്തവും സാമ്പത്തിക സ്ഥിതിയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ 80% ഇറക്കുമതി ചെയ്യുന്നതാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $100 മുകളിൽ വില ഉയർന്നാൽ രാജ്യത്തെ പെട്രോൾ, ഡീസൽ വിലയിൽ വർധനവുണ്ടാകാൻ സാധ്യതയുമുണ്ട്. ഇറക്കുമതിയായി കൂടുതൽ പണം ചെലവാക്കേണ്ടി വരുന്നതോടെ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് കമ്മി വർദ്ധിക്കും. ഇത് വിദേശ നാണ്യ ശേഖരത്തിൽ കുറവുണ്ടാക്കുകയും ഓഹരി വിപണിയിൽ നിന്ന് വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഫലത്തിൽ സെൻസെക്സിലും സ്വിഫ്റ്റിലും ഇത് ചലനമുണ്ടാക്കും. പശ്ചിമേഷ്യൻ എണ്ണ തടസ്സപ്പെടുമ്പോൾ ഇന്ത്യയുടെ ഏക പ്രതീക്ഷ റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള എണ്ണയാണ്. എന്നാൽ അമേരിക്കയുടെ കർശനമായിട്ടുള്ള ഉപരോധങ്ങൾക്കിടയിൽ റഷ്യയിൽ നിന്ന് എത്രത്തോളം എണ്ണ എത്തിക്കാൻ കഴിയുമെന്നത് ഒരു വെല്ലുവിളിയായി മാറുകയാണ്. എന്തായാലും യുദ്ധം ഈ ഒരു സാഹചര്യത്തിൽ തുടങ്ങുമ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അത് ഇന്ത്യയെ ബാധിക്കുന്നത് ചെറിയ രീതിയിൽ അല്ല എന്ന് മാത്രം.